ഇന്ന് നമ്മുടെ ടോപ്പിക് പവർ സ്ക്രൂ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ത്രെഡഡ് ജോയിൻസിനെ പറ്റി പഠിച്ചു. അന്നേരം ത്രെഡഡ് ജോയിൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ടോപ്പിക്കാണ് പവർ സ്ക്രൂ. ഒരു പവർ സ്ക്രൂ എന്ന് പറയുന്നത് ഈ ത്രെഡഡ് ജോയിൻസിനെ നമുക്ക് പവർ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. പവർ ട്രാൻസ്മിഷൻ മീൻസ് ഒരു മൂവ്മെൻറ്റ്, ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ സ്ക്രൂ ജാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ ലെയ്ത്തിലെ ലീഡ് സ്ക്രൂവിൻ്റെ മൂവ്മെൻറ്റ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അങ്ങനെ ഡിഫറൻറ്റ് ആപ്ലിക്കേഷനുണ്ട് പവർ സ്ക്രൂവിന്. എന്തുകൊണ്ടാണ് പവർ സ്ക്രൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ മോഷനെ നമ്മുടെ ബേസിക്കായിട്ട് പവർ സ്ക്രൂ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു ബോൾട്ടും ഇതൊരു ബോൾട്ടാണല്ലോ, അതുപോലെ ബോൾട്ടിൽ ഒരു നട്ടുണ്ടല്ലോ. അതായത് ഇതിൻ്റെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ നമ്മൾ ഈ ബോൾട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേന് നട്ട് എന്ത് ചെയ്യും, ഇങ്ങോട്ടും മൂവ് ചെയ്യും അല്ലേ. അന്നേരം അതിൻ്റെ അതേ കൺസെപ്റ്റാണിത്. അന്നേരം ഈ ത്രെഡഡ് പോർഷൻ ഇത് ബോൾട്ടിൻ്റെ ഒരു പാർട്ടാണ്. അതുപോലെ ഇവിടെ എന്ത് കാണും, ഒരു നട്ടും കാണും. ഓക്കെ, അന്നേരം ഒന്നുകിൽ ഈ ബോൾട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേന് ഈ നട്ട് ലീനിയർ മോഷൻ ചെയ്യും, മൂവ്മെൻറ്റ് ചെയ്യും അല്ലേ. അന്നേരം റൊട്ടേഷണൽ മോഷനെ ലീനിയർ മോഷനായിട്ട് ട്രാൻസ്ഫറും ചെയ്യും, അതോടൊപ്പം തന്നെ അതിന് പവറും ട്രാൻസ്മിറ്റ് ചെയ്യും. അന്നേരം എന്തുകൊണ്ട് ഇത് ഇത്രയും ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ആക്യുറസിയാണ് ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ളത്. ആക്യുറസി മീൻസ് ഒരു റൊട്ടേഷനിൽ ഫിക്സഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും അത് കൊടുക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതിൻ്റെ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു റൊട്ടേഷനിൽ ഈ നട്ട് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലീഡാണ് അല്ലേ. അന്നേരം ആ ലീഡ് എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അന്നേരം ഓട്ടോമാറ്റിക്സ് മെഷീൻ്റെ ഒക്കെ കേസിൽ നമുക്ക് പവർ സ്ക്രൂവിൻ്റെ ആപ്ലിക്കേഷൻ വളരെ കൂടുതലാണ്. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ആക്യുറസിയാണ്. ഓക്കെ, അന്നേരം പവർ സ്ക്രൂവിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. പവർ സ്ക്രൂ സ്റ്റാർട്ട് ചെയ്യുന്നു. അന്നേരം പവർ സ്ക്രൂവിൻ്റെ കുറച്ച് ടേംസ് എന്ന് അറിഞ്ഞിരിക്കണം. 3 ഡയമീറ്റേഴ്സ് എന്ന് അറിഞ്ഞിരിക്കണം, സ്മോൾ ഡി ആൻഡ് DC, DM. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. മറ്റ് ടേംസ് ഒക്കെ ഉണ്ട്, ലീഡ്, പിച്ച്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അന്നേരം എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോകുന്ന ഇക്വേഷൻസിലെല്ലാം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡയമീറ്റേഴ്സാണ് ഇതൊക്കെ. സോ അതൊന്ന് അറിഞ്ഞിരിക്കുക. സ്മോൾ ഡി എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഡയമീറ്റർ ആണ്. ആ ലാർജസ്റ്റ് ഡയമീറ്ററിനെ, ഒരു ത്രെഡിൻ്റെ ലാർജസ്റ്റ് ഡയമീറ്റർ, അതുകൊണ്ടേ ഇങ്ങനെ ഒരു ത്രെഡ് എടുത്താൽ കണ്ടോ, അന്നേരം ആ ത്രെഡിൽ വരുന്ന ലാർജസ്റ്റ് ഡയമീറ്റർ, ഏറ്റവും വലിയ ഡയമീറ്ററിനെ ആണെന്ന് പറയുന്നത് സ്മോൾ ഡി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്മോൾ ഡി എന്ന് പറയുന്നത് മേജർ ഡയമീറ്റർ അല്ലെങ്കിൽ നോമിനൽ ഡയമീറ്റർ ഓർത്ത് നോക്കുക. മിക്കവാറും അങ്ങനെ ആയിരിക്കും പറയുന്നത്, നോമിനൽ ഡയമീറ്റർ ആണ് സ്മോൾ ഡി. ഓക്കെ, ഇനി അതിൽ തന്നെ ആ ത്രെഡിൽ തന്നെ ഏറ്റവും ചെറിയൊരു ഡയമീറ്റർ ഉണ്ട്, കണ്ടോ, അതുകൊണ്ട് ഇവിടം മുതൽ ഇവിടം വരെ അല്ലേ. ഏറ്റവും ചെറിയ ഡയമീറ്ററിനെ അതിനെ കോർ എന്നാണ് വിളിക്കുന്നത്. ദാറ്റ് ഈസ് കോർ ഡയമീറ്റർ. DC എന്ന് പറയുന്നത് കോർ ഡയമീറ്റർ ഓർ മൈനർ ഡയമീറ്റർ. അന്നേരം ഇതാണ് നമ്മുടെ ത്രെഡ്. ഓക്കെ, കുറച്ച് വലുതായിട്ട് കാണിച്ചാൽ ഇത് നമ്മുടെ ഒരു ത്രെഡ്. അന്നേരം ഈ ത്രെഡിൻ്റെ ഏറ്റവും വലിയ ഡയമീറ്ററിനെ എന്ത് വിളിക്കും, നോമിനൽ ഡയമീറ്റർ എന്ന് വിളിക്കും. ഏറ്റവും ചെറിയ ഡയമീറ്ററിനെ എന്ത് വിളിക്കും, കോർ ഡയമീറ്റർ DC. അന്നേരം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു മീൻ, ദാറ്റ് മീൻസ് ഒരു പിച്ച് സർക്കിൾ അസ്യൂം ചെയ്താൽ ആ പിച്ച് സർക്കിളിൻ്റെ ഡയമീറ്റർ ദാറ്റ് ഈസ് മീൻ ഡയമീറ്റർ DM, ദാറ്റ് ഈസ് പിച്ച് ഡയമീറ്റർ അല്ലെങ്കിൽ മീൻ ഡയമീറ്റർ DM. ഇത്രയാണ് ഡയമീറ്റേഴ്സിൻ്റെ ടൈം വരുന്നത്. അതുപോലെ തന്നെ ഈ ആൽഫയും കൂടെ എന്ന് പറഞ്ഞേക്കാം. ആൽഫ എന്ന് പറയുന്നത് ഹെലിക്സ് ആംഗിൾ ആണ്. ഓക്കെ, ഹെലിക്സ് ആംഗിൾ. ത്രെഡും ഈ ആൽഫ എന്ന് പറയുന്നത് ഹെലിക്സ് ആംഗിൾ ആണ്. ഓക്കെ, ഹെലിക്സ് ആംഗിൾ അത് ഓൾറെഡി പറഞ്ഞതാണ്. ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത് ഈ ത്രെഡ് ഈ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതിനെയാണ് ആൽഫ എന്ന് പറയുന്നത്. ത്രെഡ് ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതിനെയാണ് ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൽഫ എന്ന് പറയുന്നത് ഹെലിക്സ് ആംഗിൾ. ഇത്രയും ടൈമാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ലീഡ്, പിച്ച്, അതും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. സോ നോക്ക്, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. ഡി എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഡയമീറ്റർ, അതിനെ വിളിക്കുന്ന പേരാണ് നോമിനൽ ഡയമീറ്റർ ഓർ മേജർ ഡയമീറ്റർ. DC എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ഡയമീറ്റർ, അതിനെ വിളിക്കുന്ന പേരാണ് കോർ ഡയമീറ്റർ ഓർ മൈനർ ഡയമീറ്റർ. DM എന്ന് പറയുന്നത് മീൻ ഡയമീറ്റർ. അന്നേരം മീൻ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, D plus DC by 2. അതിൻ്റെ
മീൻ ആയിരിക്കും അല്ലേ. രണ്ടിനെ കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ പകുതി എടുക്കുന്നതായിരിക്കും മീൻ ഡയമീറ്ററായ DM എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ മറ്റ് ഇക്വേഷനൊക്കെ അറിയാമായിരിക്കുമല്ലോ. ടാൻ ആൽഫ പിച്ച് ഹെലിക്സ് ആംഗിൾ ആൽഫ ആണെങ്കിൽ ടാൻ ആൽഫ L/π/DM. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നെയാണ്. ഹെലിക്സ് ആംഗിൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ആൽഫ ആണെങ്കിൽ L/π/DM ആണ് എന്തെന്ന് പറയുന്നത്, ടാൻ ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹെലിക്സ് ആംഗിൾ എന്താണെന്ന് നോക്കൂ. ഹെലിക്സ് ആംഗിൾ, ഇറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ഹെലിക്സ് ഓഫ് ദി ത്രെഡ് വിത്ത് ദ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് ദി സ്ക്രൂ ഈസ് കോൾഡ് ഹെലിക്സ് ആംഗിൾ, ഓൾസോ കോൾഡ് ലീഡ് ആംഗിൾ. അന്നേരം ഇത്രയേ ഉള്ളൂ. ഒരു ത്രെഡ് ഉണ്ടെങ്കിൽ അല്ലേ, ആ ത്രെഡിൻ്റെ ആംഗിൾ മെയ്ഡ് ബൈ ദ ഹെലിക്സ് ഓഫ് ദി ത്രെഡിൻ്റെ ഹെലിക്സും പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദി സ്ക്രൂവിന് ആക്സിസ് ഇതാണല്ലോ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ, ഇതിനിടയ്ക്ക് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ഹെലിക്സ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഹെലിക്സ് ആംഗിൾ ടാൻ ആൽഫ =ലീഡ്/π/DM ആയിരിക്കും. അത് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ നമുക്ക് അത് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഈ ബൗണ്ട് ചെയ്ത് വെച്ചേക്കുന്ന ത്രെഡ്, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഷാഫ്റ്റ് അല്ലേ, ഒരു ഷാഫ്റ്റ്, അതിൽ ഇങ്ങനെ ഒരു ത്രെഡ് ഇങ്ങനെ പോകുന്നുണ്ട്, ശരിയല്ലേ, ത്രെഡ് വിത്ത് ഹെലിക്സ് ആംഗിൾ ആൽഫ. അന്നേരം ഈ ത്രെഡിനെ അല്ലെങ്കിൽ ഈ ഹെലിക്സിനെ അൺബൗണ്ട് ചെയ്യുമ്പോഴത്തേനും അതിങ്ങനെ വരും. അന്നേരം വിത്ത് ലീഡ് എന്ന് പറയുന്നത് L-ഉം ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, പെരിമീറ്ററായ π/DM ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ ട്രയാങ്കിൾ വന്നത്. അന്നേരം കൂടുതൽ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ട്രയാങ്കിൾ ഇതാണ് വിത്ത് ആൽഫ ഹെലിക്സ് ആംഗിൾ. അന്നേരം ഇത് നമ്മുടെ ആ ഹെലിക്സ് ആണ് കേട്ടോ, ആ ത്രെഡ്. സോ L എന്ന് പറയുന്നത് ലീഡാണ്, π/DM. സോ ടാൻ ആൽഫ L/π/DM. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ടോർക്ക് റിക്വയർഡ് ടു റൈസ് ദ ലോഡ്. അന്നേരം എന്താണ് ഈ ലോഡ്? നമ്മുടെ സ്ക്രൂ ജാക്കിൻ്റെ കേസിലുള്ള പവർ സ്ക്രൂ അല്ലെങ്കിൽ സ്ക്രൂ ജാക്കിൻ്റെ കേസാണ് പറയുന്നത്. പവർ സ്ക്രൂവിൻ്റെ കേസിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ഒരു പവർ സ്ക്രൂ ഉണ്ട്, ഇതിൽ ത്രെഡഡ് ഉണ്ട്, ഇതിലൊരു നട്ട് വരുന്നുണ്ട്. അന്നേരം ഈ നട്ടിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നു. അന്നേരം ആ ലോഡ് W ആണ്. ഓക്കെ, അന്നേരം ഇതിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നു, ഈ പിന്നെ ബോൾട്ടിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, അന്നേരം റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എത്ര ടോർക്ക് വേണം? അന്നേരം ടോർക്ക് റിക്വയർഡ് ടു റൈസ് ദ ലോഡ്. ഈ ലോഡിനെ ലിഫ്റ്റ് ചെയ്യാൻ എത്ര ടോർക്ക് കൊടുക്കണം, അതിൻ്റെ ഇക്വേഷനാണ് പറയുന്നത്. ഓക്കെ, സോ ടോർക്ക് റിക്വയർഡ് ടു റൈസ് ദ ലോഡ്. അതിന് മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടുന്ന ഫോഴ്സ് എത്രയാണെന്നാണ് ഫസ്റ്റ് പറയുന്നത്. P is the applied ഫോഴ്സ്, ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. അതെന്ന് പറയുന്നത് ഇത്രയൊക്കെയുള്ള ഇക്വേഷൻ W × tan α + φ ആണ്. ഓക്കെ, അന്നേരം ഓർത്ത് നോക്കുക, ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. P = W × tan α + φ. ഓരോന്നും നോക്കണം. W എന്ന് പറയുന്നത് ലോഡ്, അതിൽ കൊടുക്കുന്ന ലോഡ്. നമ്മളിപ്പോൾ സ്ക്രൂ ജാക്ക് വെച്ച് ഒരു കാർ ലിഫ്റ്റ് ചെയ്യുന്നു, അന്നേരം കാറിൻ്റെ വെയിറ്റ് ആയിരിക്കും അതിൻ്റെ W എന്ന് പറയുന്നത്. ഓക്കെ, ആൽഫ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞോണം തന്നെ ഹെലിക്സ് ആംഗിളാണ് ആൽഫ. ഹെലിക്സ് ആംഗിൾ, അതാണ് ആൽഫ. പിന്നെ ഫൈ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ആംഗിളാണ്. അത് പറഞ്ഞിട്ടില്ല ഇതിൽ, അന്നേരം ഓർത്ത് നോക്കുക. ഫൈ ഈസ് ദി ഫ്രിക്ഷൻ ആംഗിൾ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ലോഡ്, ഹെലിക്സ് ആംഗിൾ ആൽഫ, ഫ്രിക്ഷൻ ആംഗിൾ ഫൈ, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഫോഴ്സ് റിക്വയർഡ് ടു റൊട്ടേറ്റ്, അത് റൊട്ടേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യാനുള്ള ഫോഴ്സ്, ലോഡിനെ ലിഫ്റ്റ് ചെയ്യാനുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് W × tan α + φ ആണ്. ഓക്കെ, ഇനി ടോർക്ക് എന്ന് പറയുന്ന ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണല്ലോ. നമുക്കറിയാം ഇതാണ് നമ്മുടെ ത്രെഡ്. അന്നേരം അതിൽ ഇവിടെ ഒരു നട്ട് വരുന്നു അല്ലേ. ഇതാണ് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. ഒരു പിന്നെ ബോൾട്ടിൻ്റെ ഒരു ബോഡിയുണ്ട്, അതുപോലെ ഒരു നട്ടും ഉണ്ട്. ഓക്കെ, അന്നേരം ഇവിടെയാണ് അതിൽ വരുന്ന ത്രെഡ്. അന്നേരം ഈ ഫോഴ്സ് കൊടുക്കുന്നത് ഈ നട്ടിനെ ലിഫ്റ്റ് ചെയ്യാൻ, ഈ നട്ടിലാണ് ലോഡ് വരുന്നത് അല്ലേ, അതിനെ ലിഫ്റ്റ് ചെയ്യാൻ ഉള്ള ഫോഴ്സ് കൊടുക്കുന്നത് ഇതിൻ്റെ മീൻ ഡയമീറ്ററിലാണ്, നമ്മുടെ നേരത്തെ പറഞ്ഞ DM-ൽ. ഓക്കെ, അന്നേരം ആ പോയിന്റിലാണ് ഫോഴ്സ് കൊടുക്കുന്നത്. സോ
ഫോഴ്സ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് പി ആണ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏത് വരെയുള്ള മീൻ ഡയമീറ്ററുള്ള. അന്നേരം ആ ഡിസ്റ്റൻസ് എത്രയാണ്? മീൻ ഡയമീറ്ററിൻ്റെ പകുതി ആയിരിക്കുമല്ലോ അതിൻ്റെ റേഡിയസ്, ദാറ്റ് ഈസ് dm/2. സോ ടോർക്ക് എന്ന് പറയുന്നത് നേരത്തെ കണ്ടുപിടിച്ച ഫോഴ്സ് W tan alpha plus phi ഇൻറ്റു dm/2. ഇതാണ് ടോർക്ക് റിക്വയർഡ് ടു റൈസ് ദ ലോഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വേർ P is the force and T is the torque. ഓക്കെ ആണല്ലോ. അന്നേരം ഇത്രയാണ് ടോർക്ക് റിക്വയർഡ് ടു റൈസ് ദ ലോഡ്. ഇനി ടോർക്ക് റിക്വയർഡ് ടു ലോവർ ദ ലോഡ് എന്ന് പറഞ്ഞാൽ ലോഡ് താഴോട്ട് കൊണ്ടുവരിക. റൈസ് ചെയ്യാനായിരിക്കും എന്തായാലും ടോർക്ക് കൂടുതൽ വേണ്ടുന്ന, ലോവർ ചെയ്യാൻ കുറഞ്ഞ മതിയായിരിക്കും. ഓക്കെ, അന്നേരം ഇതിൻ്റെ സ്ഥാനത്ത് ഒരു നെഗറ്റീവ് വരുമെന്നേ ഉള്ളൂ. അന്നേരം അത് അടുത്ത ഇക്വേഷനാണ്. ടോർക്ക് റിക്വയർഡ് ടു ലോവർ ദ ലോഡ്. ലോവർ ആണ്, ലോവർ ദ ടോർക്ക് റിക്വയർഡ് ടു ലോവർ ദ ലോഡ്. ഓക്കെ, സോ ടോർക്ക് റിക്വയർഡ് ടു ലോവർ ദ ലോഡ് എന്ന് പറയുന്നത് P ഈസ് ഈക്വൽ ടു W tan phi മൈനസ് ആൽഫ. കണ്ടോ, ഫൈ മൈനസ് ആൽഫ ആണ്. ഫൈ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ആംഗിളാണ്. ദാറ്റ് ഈസ് tan phi ഈസ് ഈക്വൽ ടു മ്യൂ ആണ് കേട്ടോ. ഫ്രിക്ഷൻ ആംഗിൾ ഫൈ ആണെങ്കിൽ tan phi ഈസ് ഈക്വൽ ടു മ്യൂ ആണ്. മ്യൂ എന്ന് പറയുന്നത് ഏതാണ്? കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ശരിയല്ലേ? മ്യൂ എന്ന് പറയുന്നത് കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. സോ ടോർക്ക് റിക്വയർഡ് ടു ലോവർ ദ ലോഡ് എന്ന് പറയുന്നത് P ഈസ് ഈക്വൽ ടു W tan phi മൈനസ് ആൽഫയാണ്. ടോർക്കല്ല, ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഫോഴ്സ് ഇൻറ്റു എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റേഡിയസ് dm/2. ദാറ്റ് ഈസ് W ഇൻറ്റു tan phi മൈനസ് ആൽഫ ഇൻറ്റു dm/2 ആയിരിക്കും. ഇതാണ് ഈ രണ്ട് ഇക്വേഷൻ ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, സെൽഫ് ലോക്കിംഗ് സ്ക്രൂ. എന്താണ് സെൽഫ് ലോക്കിംഗ് സ്ക്രൂ? അന്നേരം കണ്ടീഷൻ ഫോർ സെൽഫ് ലോക്കിംഗ്. സെൽഫ് ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞോണം, ഒരു സ്ക്രൂ ജാക്ക് ആയാലും എന്തായാലും ഞാനിപ്പോൾ ഒരു ലോഡ് കൊടുത്ത് ആ ബോഡിയെ ലിഫ്റ്റ് ചെയ്തു. ഇവിടെ ഇരിക്കുന്ന ഒരു ലോഡ് കൊടുത്ത് ആ ബോഡിയെ ലിഫ്റ്റ് ചെയ്തു. W എന്ന് പറയുന്ന ബോഡിയെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ T ടോർക്ക് ഉപയോഗിച്ചാണ് അതിനെ ലിഫ്റ്റ് ചെയ്തത്. ആ ടോർക്ക് ഞാൻ വിഡ്രോ ചെയ്താൽ ഈ ലോഡ് ഓട്ടോമാറ്റിക്കായിട്ട് താഴെ വരികയാണെങ്കിൽ അതിനെ സെൽഫ് ലോക്കിംഗ് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ടോർക്ക് വിഡ്രോ ചെയ്താൽ അത് നോർമലി അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? നമുക്ക് സെൽഫ് ലോക്കിംഗ് എന്ന് വിളിക്കാം. ഓക്കെ, അന്നേരം സെൽഫ് ലോക്കിംഗ് സ്ക്രൂവിൻ്റെ കണ്ടീഷനാണ് അറിഞ്ഞിരിക്കേണ്ടുന്നത്. അന്നേരം കണ്ടീഷൻ ഫോർ സെൽഫ് ലോക്കിംഗ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫൈ ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ആൽഫ. ഫൈ എന്ന് പറയുന്നത് ഏതാണ്? ഫ്രിക്ഷൻ ആംഗിൾ. ആൽഫ എന്ന് പറയുന്നത് ഹെലിക്സ് ആംഗിൾ. അന്നേരം എത്രയേ ഉള്ളൂ? ആ ത്രെഡിൻ്റെ ഹെലിക്സ് ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം ഫ്രിക്ഷൻ ആംഗിൾ. എങ്കിൽ അതിനെ എന്ത് വിളിക്കാം? നമുക്ക് സെൽഫ് ലോക്കിംഗ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ, അതിൻ്റെ ആപ്ലിക്കേഷനാണ് ഹൈഡ്രോളിക് ജാക്ക്. അതൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളിപ്പം ഒരു കാർ ലിഫ്റ്റ് ചെയ്യുന്നു ഹൈഡ്രോളിക് ജാക്ക് വെച്ച്. അത് ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ടോർക്ക് കൊടുത്തായിരിക്കും അത് ലിഫ്റ്റ് ചെയ്യുന്നത്. ടോർക്ക് കൊടുത്തിട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ടോർക്ക് വിഡ്രോ ചെയ്യുമ്പോഴത്തേന് അത് കാറ് തനിയെ തിരിച്ച് താഴോട്ട് വരികയാണെങ്കിൽ അത് അത്രയും ഡേഞ്ചറാണ് അല്ലേ? തിരിച്ച് വരികയാണെങ്കിൽ അതിനെ സെൽഫ് ലോക്കിംഗ് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഹോളിംഗ് എന്നേ പറയാൻ പറ്റൂ. അന്നേരം സെൽഫ് ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ കാർ അതുപോലെ തന്നെ അവിടെ ഇരിക്കണം, എപ്പോഴും അവിടെ ആയിരിക്കണം. അന്നേരം എപ്പോഴും പിന്നെ ഹൈഡ്രോളിക് ജാക്കിൻ്റെ ഡിസൈനിൻ്റെ കണ്ടീഷൻ ഇതാണ്. ഫ്രിക്ഷണൽ ഫ്രിക്ഷൻ ആംഗിൾ ഓൾവൈസ് ഗ്രേറ്റർ ദാൻ ഏതായിരിക്കണം? ഹെലിക്സ് ആംഗിൾ ആയിരിക്കണം. ഓക്കെ, ഇനി നോൺ സെൽഫ് ലോക്കിങ്ങിൻ്റെ കണ്ടീഷൻ, അങ്ങനെയും കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. സെൽഫ് ലോക്കിംഗ് അല്ലാത്ത ആപ്ലിക്കേഷൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ യാങ്കി സ്ക്രൂ ഡ്രൈവറൊക്കെ, ഈ കാണിച്ചിരിക്കുന്ന യാങ്കി സ്ക്രൂ ഡ്രൈവറൊക്കെ നോൺ സെൽഫ് ലോക്കിങ്ങിൻ്റെ ആപ്ലിക്കേഷനാണ്. സോ അവിടുത്തെ കേസിൽ എന്തായിരിക്കണം? ഫ്രിക്ഷൻ ആംഗിൾ ലെസ് ദാൻ ആൽഫ ആയിരിക്കണം. ഹെലിക്സ് ആംഗിളിനേക്കാളും കുറവായിരിക്കണം, അല്ലെങ്കിൽ ഹെലിക്സ് ആംഗിൾ ആയിരിക്കണം കൂടുതൽ. ഓക്കെ ആണല്ലോ. ഇനി സെൽഫ് ലോക്കിങ്ങിൻ്റെ കണ്ടീഷൻ നമുക്ക് എന്തായിരുന്നു പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ഫൈ ഓൾവൈസ് ഗ്രേറ്റർ ദാൻ ആൽഫ. ഇനി രണ്ട് സൈഡിലും ഞാൻ ടാൻ കൊടുത്തു, ഇവിടെ ഒരു ടാൻ കൊടുത്തു, ഇവിടെ ഒരു ടാൻ കൊടുത്തു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ടാൻ ഫൈ ഓൾവൈസ് ഗ്രേറ്റർ ദാൻ ആൽഫ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ടാൻ ഫൈ എന്ന് പറയുന്നത് എന്താണ്? കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. സോ കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, ടാൻ ഫൈക്ക് വരും കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കൊടുക്കുക. സോ മ്യൂ ഗ്രേറ്റർ ദാൻ ആൽഫയ്ക്ക് വരും, ടാൻ ആൽഫയ്ക്ക് വരും കൊടുക്കുക L/πdm. ശരിയല്ലേ? നേരത്തെ പറഞ്ഞായിരുന്നു രണ്ട് ഇക്വേഷനും. സോ മ്യൂ ഗ്രേറ്റർ ദാൻ L/πdm, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഓക്കെ, സോ ഇതും അറിഞ്ഞിരിക്കുക. സോ ലാസ്റ്റ് പറഞ്ഞേക്കുന്നതാണ് സെൽഫ് ലോക്കിംഗ് പ്രോപ്പർട്ടീസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ലീഡ്. കറക്റ്റ് അല്ലേ? സെൽഫ് ലോക്കിംഗ് പ്രോപ്പർട്ടി ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ലോഡ് മീൻസ് സെൽഫ് ലോക്കിംഗ് ആയിരിക്കണമെങ്കിൽ മ്യൂ എന്തായാലും കൂടുതലായിരിക്കണം ഇതിനേക്കാളും. സോ ഈ ക്വാണ്ടിറ്റി കൂടുവാണെങ്കിൽ, ഈ റൈറ്റ് സൈഡിലെ ക്വാണ്ടിറ്റി കൂടുവാണെങ്കിൽ അതിൻ്റെ ഇംപ്ലൈസ് എന്താണ്? സെൽഫ് ലോക്കിംഗ് പ്രോപ്പർട്ടി കുറയുക എന്നാണല്ലോ. ശരിയല്ലേ? ഇതെന്തായാലും കുറഞ്ഞിരിക്കണം.
സോ ലീഡ് കൂടുന്ന മീൻസ് എന്താ, ലീഡ് കൂടുവാണെങ്കിൽ ഈ ക്വാണ്ടിറ്റി കൂടത്തില്ലേ, സോ സെൽഫ് ലോക്കിംഗ് പ്രോപ്പർട്ടി കുറയും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സെൽഫ് ലോക്കിംഗ് പ്രോപ്പർട്ടി ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ലീഡ്. എക്സാമ്പിൾ ഡബിൾ ആൻഡ് ട്രിപ്പിൾ സ്റ്റാർട്ട് ത്രെഡ്. അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡബിൾ ട്രിപ്പിൾ സ്റ്റാർട്ടിൻ്റെ കേസിൽ സെൽഫ് ലോക്കിംഗ് പ്രോപ്പർട്ടി ഇല്ല എന്ന് പറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റാർട്ടിൻ്റെ കേസിൽ 2 times പിച്ചാണ്, ദാറ്റ് ഈസ് അതിൻ്റെ ലീഡ് വളരെ കൂടുതലാണ്. ലീഡ് കൂടുമ്പോൾ ഈ പ്രോപ്പർട്ടി കൂടുന്നു, സെൽഫ് ലോക്കിംഗ് പ്രോപ്പർട്ടി ഇല്ലാതാക്കുന്നു. അതുപോലെ ട്രിപ്പിൾ സ്റ്റാർട്ടിൻ്റെ കേസിലും 3 times പിച്ചാണ് അല്ലേ ലീഡ് എന്ന് പറയുന്നത്. അതിനനുസരിച്ച് സെൽഫ് ലോക്കിംഗ് പ്രോപ്പർട്ടി ഇല്ലാതാകും. ഓക്കെ ആണല്ലോ. ഇത്രയാണ് സെൽഫ് ലോക്കിങ്ങിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് എഫിഷ്യൻസി ഓഫ് സ്ക്വയർ ത്രെഡ് ആണ്. ഒരു സ്ക്വയർ ത്രെഡിൻ്റെ കേസിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് സ്ക്വയർ ത്രെഡിൻ്റെ ഇക്വേഷനാണ് കേട്ടോ. സ്ക്വയർ ത്രെഡിൻ്റെ ഇക്വേഷനാണ് ഇങ്ങനെ ഇരിക്കുന്ന സ്ക്വയർ ത്രെഡിൻ്റെ ഇക്വേഷനാണ്. ട്രപ്പിസോയിഡൽ ആൻഡ് ACME ത്രെഡിൻ്റെ വേറൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഓർത്ത് നോക്കണേ. സോ എഫിഷ്യൻസി ഓഫ് സ്ക്വയർ ത്രെഡ്, സ്ക്വയർ ത്രെഡിൻ്റെ കേസിലുള്ള എഫിഷ്യൻസിയാണ് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണല്ലോ എഫിഷ്യൻസി. എന്നിട്ട് നോക്കാം, പിന്നെ നമുക്ക് ഔട്ട്പുട്ട് വർക്ക് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ സ്ക്രൂ ജാക്ക് അല്ലെങ്കിൽ പവർ സ്ക്രൂ വഴി നമുക്ക് എന്താണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു താഴെ പിന്നെ ഒരു സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് ഈ നട്ട് ലിഫ്റ്റ് ചെയ്യുന്നു. ആ നട്ടിൽ എന്ത് കാണും, ലോഡ് കാണും അല്ലേ, ലോഡ് W കാണും. ആ W ലിഫ്റ്റ് ആവുന്നു, ശരിയല്ലേ. അന്നേരം ഒരു റൊട്ടേഷനിൽ എത്രയാണ് ഇത് ട്രാവൽ ചെയ്യുന്നത്, ഏത് ഈ നട്ട് ട്രാവൽ ചെയ്യുന്നത്, ലീഡ് അല്ലേ. ഒരു റൊട്ടേഷനിൽ ലീഡ് ഡിസ്റ്റൻസ് ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അതെപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു റൊട്ടേഷനിൽ ലീഡ് ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. സോ ലീഡ് ഡിസ്റ്റൻസ് W ട്രാവൽ ചെയ്യുന്നു. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോഡ് W ഇൻറ്റു ലീഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. W എന്ന് പറയുന്നത് അതിൽ ആക്ട് ചെയ്യുന്ന ലോഡ്, ആ ലോഡിനെ ലീഡ് ഹൈറ്റ് കൊണ്ടുപോയി. ഓക്കെ, W ഇൻറ്റു L. ഇനി ഇൻപുട്ട് വർക്ക് എന്ന് പറയുന്നത്, ഇൻപുട്ട് കൊടുക്കുന്നത് എന്താണ്, നമ്മളാണ് കൊടുക്കുന്നത്, നമ്മളാണ് P കൊടുക്കുന്നത്. P നമ്മുടെ കൈ കൊണ്ട് P ലോഡ് കൊടുക്കുന്നു. സോ P ഇൻറ്റു പൈ DM. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നു, ഒരു പെരിമീറ്റർ ആണല്ലോ കറങ്ങുന്നത്. സോ ലീഡ് ഇൻറ്റു P ഇൻറ്റു പൈ DM. P എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ലോഡ് ഇൻറ്റു ഒരു റൊട്ടേഷൻ കറക്കാൻ എത്ര പെരിമീറ്ററാണ്, അല്ല ഒരു പെരിമീറ്റർ, ദാറ്റ് ഈസ് പൈ DM. സോ ഔട്ട്പുട്ട് വർക്ക് എന്ന് പറയുന്നത് ലോഡ് L ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ഒരു റൊട്ടേഷനിൽ L ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. പിന്നെ ഒരു റൊട്ടേഷൻ കൊടുക്കാൻ നമ്മൾ കൊടുക്കുന്ന ലോഡ് P ആണ്, ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ പൈ DM ആണ്. ഓക്കെ ആണല്ലോ. സോ എഫിഷ്യൻസി എന്ന് പറയുന്നത് W ഇൻറ്റു L ബൈ P ഇൻറ്റു പൈ DM. ചുരുക്കി പറഞ്ഞാൽ W ബൈ P ഇൻറ്റു ടാൻ ആൽഫ എന്ന് വരും. ഓക്കെ, ഇനി നമുക്കറിയാം എന്താ, P ഈസിക്കൽ ടു W ഇൻറ്റു ടാൻ ആൽഫ പ്ലസ് ഫൈ എന്ന് എഴുതിയായിരുന്നല്ലോ, W ഇൻറ്റു ടാൻ ആൽഫ പ്ലസ് ഫൈ. സോ P ബൈ Wന് പകരം, അല്ലെങ്കിൽ W ബൈ Pക്ക് പകരം 1 ബൈ ടാൻ ആൽഫ പ്ലസ് ഫൈ എന്ന് കൊടുക്കുമ്പോൾ ഫൈനൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഇതാണ്, ടാൻ ആൽഫ ബൈ ടാൻ ഫൈ പ്ലസ് ആൽഫ എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇതാണ് എഫിഷ്യൻസി ഓഫ് സ്ക്വയർ ത്രെഡ് ടു ലിഫ്റ്റ് ദ ലോഡ് റൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യാൻ ഉള്ള സ്ക്വയർ ത്രെഡിൻ്റെ എഫിഷ്യൻസി ഇതാണ്, ടാൻ ആൽഫ ബൈ ടാൻ ഫൈ പ്ലസ് ആൽഫ. ലോവർ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഈ P ബൈ Wക്ക് എന്ത് കൊടുത്താൽ മതി, 5 മൈനസ് ആൽഫ കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ. അന്നേരം ഒന്നുകിൽ ഇക്വേഷൻ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കൺസെപ്റ്റ് വെച്ച് ഡിറൈവ് ചെയ്ത് എടുക്കുക. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് എഫിഷ്യൻസി ഓഫ് സ്ക്വയർ ത്രെഡ്. നെക്സ്റ്റ് എഫിഷ്യൻസി ഓഫ് സ്ക്വയർ ത്രെഡിൻ്റെ ഒരു വേരിയേഷൻ ഒന്ന് നോക്കണം. നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറയുന്നത് ടാൻ ആൽഫ ബൈ ടാൻ ഫൈ പ്ലസ് ആൽഫ, ശരിയല്ലേ. സോ എഫിഷ്യൻസി അഗെയിൻസ്റ്റ് ഹെലിക്സ് ആംഗിൾ ഒരു വരച്ചിരിക്കുന്നു. ഓക്കെ, അന്നേരം ഹെലിക്സ് ആംഗിൾ ആൽഫയാണല്ലോ. സോ ഹെലിക്സ് ആംഗിൾ കൂടുന്നതനുസരിച്ച്, ആക്ച്വലി ഫിഗർ കംപ്ലീറ്റ് അല്ല കേട്ടോ, ആക്ച്വലി ഇതിങ്ങനെ വരും, ഇങ്ങനെ ഹെലിക്സ് ആംഗിൾ കൂടുന്നതനുസരിച്ച് കൂടി വന്ന് പിന്നെ കുറയുകയായിരുന്നു കേട്ടോ. ഓക്കെ, അന്നേരം എന്തായാലും ഹെലിക്സ് ആംഗിൾ കൂടുന്നതനുസരിച്ച് ആദ്യമേ കൂടും, എഫിഷ്യൻസി കൂടുന്നു, പിന്നീട് കുറേ ഒരു പർട്ടിക്കുലർ വാല്യൂയിൽ എഫിഷ്യൻസി മാക്സിമം ആയിട്ട് നിൽക്കുന്നു, പിന്നെ കുറയുന്നു. അതാണ് ആ ഗ്രാഫിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കൂടുന്നതനുസരിച്ച് എഫിഷ്യൻസി കുറഞ്ഞു വരുന്നു. കണ്ടോ, ഇത് 0.05 ആണ്, ഇത് 0.1 ആണ്, ഇത് 0.15 ആണ്. എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ താഴോട്ട് കൂടി വരിക, അതിനനുസരിച്ച് എഫിഷ്യൻസി കുറയുന്നു. ദാറ്റ് മീൻസ് എഫിഷ്യൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. അതും ഓർത്ത് വെക്കുക. അന്നേരം ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇനി പറയും. എഫിഷ്യൻസി ഡിപ്പെൻഡ്സ് അപ്പോൺ, എഫിഷ്യൻസി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, മീൻ ഡയമീറ്റർ ഓഫ് ദി സ്ക്രൂവിൻ്റെ മീൻ ഡയമീറ്റർ. കാര്യം എന്ന് പറഞ്ഞാൽ എന്തുവാ, എഫിഷ്യൻസി എന്ന് പറയുന്നത് ടാൻ ആൽഫ ബൈ ടാൻ ഫൈ പ്ലസ് ആൽഫയാണ്, ശരിയല്ലേ.
പക്ഷേ ഈ ആൽഫ എന്ന് പറയുന്നത് ടാൻ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ടാൻ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? L/πdm ആണ്. ശരിയല്ലേ? സോ അതുകൊണ്ടാണ് പറയുന്നത് മീൻ ഡയമീറ്ററിന് എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യും. DM ലീഡിനെ എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യും. കണ്ടോ, ലീഡിനെ ഡിപ്പെൻഡ് ചെയ്യും. ഫൈ എന്ന് പറയുന്നത് എന്താണ്? ടാൻ ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഫ്രിക്ഷൻ ആംഗിൾ അല്ലേ? സോ കോഎഫിഷ്യൻ്റ് ഫ്രിക്ഷനെയും എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യും. സോ എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹെലിക്സ് ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ മീൻ ഡയമീറ്റർ, ലീഡ് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ഇൻഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യും. സോ അതാണ് ആദ്യമേ പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? എഫിഷ്യൻസി, ഞാൻ നേരത്തെ പറഞ്ഞ പ്ലോട്ട് ഞാൻ പറഞ്ഞായിരുന്നു. എഫിഷ്യൻസിയും ഹെലിക്സ് ആംഗിൾ തമ്മിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി വരുന്ന ഗ്രാഫ് ഇങ്ങനെയാണ്. ഓക്കെ, സോ നോക്കുക, എഫിഷ്യൻസി ഇൻക്രീസസ് റാപ്പിഡ്ലി അപ് ടു ഹെലിക്സ് ആംഗിൾ 20 ഡിഗ്രി. ഹെലിക്സ് ആംഗിൾ 20 ആകുന്നത് വരെ എഫിഷ്യൻസി റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യും. മാക്സിമം എഫിഷ്യൻസി ഈസ് ബിറ്റ്വീൻ ഹെലിക്സ് ആംഗിൾ ഓഫ് 40 to 45 ഡിഗ്രി. മാക്സിമം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 40 മുതൽ 45 വരെ ആയിരിക്കും മാക്സിമം വരുന്നത്. ഓക്കെ, എഫിഷ്യൻസി ഡിക്രീസസ് റാപ്പിഡ്ലി ആഫ്റ്റർ 60ക്ക് ശേഷം എഫിഷ്യൻസി റാപ്പിഡായിട്ട് എന്ത് ചെയ്യും? കുറയും. അതായത് ഇതാണ് പറഞ്ഞിരിക്കുന്ന ആ ഗ്രാഫിൽ നിന്ന്. സോ എഫിഷ്യൻസി 20 ഡിഗ്രി വരെ റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. മാക്സിമം വരുന്നത് 40-നും 45-നും ഇടയ്ക്കാണ്. എഫിഷ്യൻസി ഡിക്രീസസ് റാപ്പിഡ്ലി ആഫ്റ്റർ 60 ഡിഗ്രി. ഓക്കെ, ഇത്രയാണ് എഫിഷ്യൻസിയെ പറ്റി പറയാനുള്ളത് സ്ക്രൂ ജാക്കിൻ്റെ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് മാക്സിമം എഫിഷ്യൻസി. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് എഫിഷ്യൻസിയാണ്. ഇനി അതിൻ്റെ മാക്സിമം എഫിഷ്യൻസി എങ്ങനെ വരും? സോ എഫിഷ്യൻസി ഇതായിരുന്നു, ടാൻ ആൽഫ ബൈ ടാൻ ഫൈ പ്ലസ് ആൽഫ. മാക്സിമം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൻ്റെ ഡെറിവേഷൻ ഒന്നും വേണ്ട നമുക്ക്. 1 - sin φ by 1 + sin φ. സോ മാക്സിമം എഫിഷ്യൻസി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഫ്രിക്ഷൻ ആംഗിൾ അല്ലെങ്കിൽ ഫ്രിക്ഷനെ മാത്രമേ, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനെ മാത്രമേ മാക്സിമം എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യൂ. ഇക്വേഷൻ 1 - sin φ by 1 + sin φ. ആൻഡ് ഒരു പോയിന്റിലായിരിക്കുമല്ലോ മാക്സിമം എഫിഷ്യൻസി വരുന്നത്. ആ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, ആൽഫ, ദാറ്റ് ഈസ് ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. 45 ഡിഗ്രി - φ/2. ചിലപ്പോൾ ഇങ്ങനെ പറയാം, ആൽഫ = π/4 - φ/2. ഓക്കെ, അന്നേരം ഇതിലാണെങ്കിൽ ഫൈ റേഡിയനിൽ ഇട്ട് കൊടുക്കുക, ഇതിലാണെങ്കിൽ ഫൈ ഡിഗ്രിയിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്തായാലും ആൽഫ കണ്ടീഷൻ ഇതാണ്, ആൽഫ = 45 ഡിഗ്രി - φ/2. ഓക്കെ ആണല്ലോ. സോ മാക്സിമം എഫിഷ്യൻസി ഡിപ്പെൻഡ്സ് ഓൺ ഫ്രിക്ഷൻ ആംഗിൾ ഓൺലി. കണ്ടോ, ഫ്രിക്ഷൻ ആംഗിളിൽ മാത്രമേ മാക്സിമം എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യൂ. ഇത്രയാണ് എഫിഷ്യൻസിയെ പറ്റി പറയാനുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്തത് സെൽഫ് ലോക്കിംഗ് സ്ക്രൂവിൻ്റെ കേസിൽ എഫിഷ്യൻസിയാണ്. സെൽഫ് ലോക്കിംഗ് സ്ക്രൂ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എപ്പോഴും എന്തായിരിക്കണം? ഫൈ ഗ്രേറ്റർ ദാൻ ആൽഫ ആയിരിക്കണം അല്ലേ? അതാണ് സെൽഫ് ലോക്കിംഗ് സ്ക്രൂ. അതായത് അതിൻ്റെ കേസിലുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇതാണ് ഇക്വേഷൻ. മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് അത് പറയാം. എന്തായാലും എഫിഷ്യൻസി ഇത്രയേ ഉള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് മൈനസ് ടാൻ സ്ക്വയർ ഫൈ ബൈ 2. ഇതാണ് സെൽഫ് ലോക്കിംഗ് സ്ക്രൂവിൻ്റെ എഫിഷ്യൻസി. പിന്നെ എഫിഷ്യൻസി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് മൈനസ് ടാൻ സ്ക്വയർ ഫൈ ബൈ 2. ഓക്കെ, സോ എഫിഷ്യൻസി ഓഫ് സെൽഫ് ലോക്കിംഗ് സ്ക്രൂ ഈസ് ഓൾവൈസ് ലെസ് ദാൻ 50%. എന്തായാലും ഈ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ആണ്. ശരിയല്ലേ? സോ 0.5-ൽ നിന്നും പിന്നെ ഇത്രയും ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. എന്തായാലും അവിടെ ഒരു ഫ്രിക്ഷൻ കാണും. സോ പിന്നെ 0.5-ൽ നിന്നും ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി കുറയുന്നു. ദാറ്റ് മീൻസ് 50%-ൽ താഴെയായിരിക്കും സെൽഫ് ലോക്കിംഗ് സ്ക്രൂവിൻ്റെ എഫിഷ്യൻസി. വേറെ രീതിയിൽ പറഞ്ഞാൽ എഫിഷ്യൻസി 50-ൽ താഴെയാണെങ്കിൽ മാത്രമേ അത് സെൽഫ് ലോക്കിംഗ് ആകൂ. പിന്നെ എഫിഷ്യൻസി 50-ൽ കൂടുതലാണെങ്കിൽ അത് സെൽഫ് ലോക്കിംഗ് അല്ല, ഹോളിംഗ് ആണ്. ഓക്കെ, അതുപോലെ പിന്നെ എല്ലാ സെൽഫ് ലോക്കിംഗ് ഡിവൈസസിൻ്റെ എഫിഷ്യൻസി എത്രയായിരിക്കും? 50-ൽ താഴെയായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് എഫിഷ്യൻസിയെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ട്രപ്പിസോയിഡൽ ആൻഡ് ACME ത്രെഡിലോട്ട് പോവാം. സ്ക്വയർ ത്രെഡിൻ്റെ കേസാണ് ഇത്രയും നേരം പറഞ്ഞത്. അന്നേരം സ്ക്വയർ ത്രെഡ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ട്രപ്പിസോയിഡൽ ആൻഡ് ACME ത്രെഡിലോട്ട് പോവുകയാണ്. അന്നേരം എന്താണ് വ്യത്യാസം? സ്ക്വയർ ത്രെഡ് എന്ന് പറയുമ്പോഴത്തേന് ഇങ്ങനെയായിരുന്നല്ലോ ഇരുന്നത്. ചെറിയൊരു വ്യത്യാസമുണ്ട്. ACME ത്രെഡിൻ്റെ കേസിൽ ഇങ്ങനെ വരും അല്ലേ? അല്ലെങ്കിൽ പിന്നെ ട്രപ്പിസോയിഡൽ ത്രെഡിൽ ഇങ്ങനെ വരും. ഒന്നുകിൽ 30 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ എത്രയായിരിക്കും? 29 ഡിഗ്രി ആയിരിക്കും അല്ലേ? ACME ആണെങ്കിൽ 29, ട്രപ്പിസോയിഡൽ ആണെങ്കിൽ 30. സോ അപ്പോൾ ഓരോ ഇക്വേഷനും എന്തെല്ലാം മാറ്റങ്ങൾ വരും അതാണ് പറയുന്നത്. നോക്ക്, ഫസ്റ്റ് വൺ ഫോർ ലിഫ്റ്റിംഗ് അല്ലേ? ലിഫ്റ്റിങ്ങിന് വേണ്ടി ലോഡ് എന്ന് അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് നേരത്തെ W × tan φ പ്ലസ് ആൽഫ പ്ലസ് ഫൈ ആയിരുന്നു. അതിന് പകരം W × mu sec θ പ്ലസ് tan φ ബൈ 1 - mu sec θ tan φ. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇതിൻ്റെ കൂടെ ഇതേ ഇൻറ്റു dm/2, അത് നേരത്തെ പഴയതുപോലെ തന്നെ dm/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ടോർക്ക് കിട്ടും. ടോർക്ക് റിക്വേർഡ് ടു ലിഫ്റ്റ്. ഓക്കെ,
സോ ടോർക്ക് റിക്വയർഡ് ടു ലിഫ്റ്റ് എന്ന് പറയുന്നത് W ഇൻറ്റു മ്യൂ സീക്ക് തീറ്റ പ്ലസ് ടാൻ ആൽഫ ബൈ 1 മൈനസ് മ്യൂ സീക്ക് തീറ്റ ടാൻ ആൽഫ ഇൻറ്റു DM/2. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ തന്നെ ലോവർ ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? പിന്നെ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് W ഇൻറ്റു നേരത്തത് പ്ലസ് ആയിരുന്നെങ്കിൽ അവിടെ മൈനസ് കൊടുക്കണം. കണ്ടോ, ഇവിടെ മൈനസ് വരും. സോ മ്യൂ സീക്ക് തീറ്റ മൈനസ് ടാൻ ആൽഫ ബൈ 1 പ്ലസ് താഴെ എന്ത് വരും? പ്ലസ് വരും അല്ലേ. 1 പ്ലസ് മ്യൂ സീക്ക് തീറ്റ ടാൻ ആൽഫ. ഓക്കെ. ഇനി അതിൻ്റെ കൂടെ DM/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേന് നമുക്ക് എന്ത് കിട്ടും? ടോർക്ക് കിട്ടും. സോ ഇതാണ് ട്രപ്പിസോയിഡിൻ്റെയും ACME ത്രെഡിൻ്റെ കേസിലും ലിഫ്റ്റ് ചെയ്യാനും ലോവർ ചെയ്യാനുള്ള ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. ഇനി അതിൻ്റെ തന്നെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നോക്ക്. എഫിഷ്യൻസിയുടെ ഇക്വേഷന് മാറ്റമുണ്ട്. മറ്റേത് ടാൻ ആൽഫ ബൈ എന്തായിരുന്നു? ടാൻ 5 + ആൽഫ ആയിരുന്നു. അതിന് പകരം ടാൻ ആൽഫ ഇൻറ്റു 1 മൈനസ് മ്യൂ സീക്ക് തീറ്റ ടാൻ ആൽഫ ബൈ മ്യൂ സീക്ക് തീറ്റ പ്ലസ് ടാൻ ആൽഫ എന്ന് വരും. ഓക്കെ ആണല്ലോ. സോ ഇതാണ് എഫിഷ്യൻസി ഓഫ് ട്രപ്പിസോയിഡൽ ആൻഡ് ACME ത്രെഡ്. സോ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. സോ ഇനി നമുക്ക് കോളാർ ഫ്രിക്ഷനിലോട്ട് പോകും. കോളാർ ഫ്രിക്ഷൻ അന്നേരം എന്താണ് കോളാർ ഫ്രിക്ഷൻ എന്ന് നോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞോണം, നമ്മൾ ഇത് നമ്മുടെ ഒരു സ്ക്രൂ ജാക്കിൻ്റെ ഒരു പാർട്ടായിട്ട് എടുത്താൽ ഇതാണ് സ്ക്രൂ എന്ന് പറയുന്നത്. ഈ പാർട്ടാണ് സ്ക്രൂ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് വരുന്നു? നട്ട് വരുന്നു. അല്ല, സ്ക്രൂവിലായിരിക്കും നട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു കോളാർ എന്ന് പറയുന്നൊരു പാർട്ട് വെക്കുക. ഇതാണ് കോളാർ. ഓക്കെ. കപ്പ് ആൻഡ് കോളാർ. അന്നേരം എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ കപ്പ് വെക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇത് നമ്മുടെ സ്ക്രൂ, ശരിയല്ലേ? ഈ സ്ക്രൂവിൽ നമ്മുടെ നട്ട്. അന്നേരം ഈ നട്ടിൽ ലോഡ് വെച്ചാൽ എന്ത് പ്രത്യേകത? നമ്മളിപ്പം നട്ടിലൊരു കാറിൻ്റെ ലോഡ് വെക്കുന്നു, ഒരു കാറ് ഉണ്ട്. അന്നേരം എന്ത് ചെയ്യും? ഈ നട്ട് എന്തായാലും റൊട്ടേറ്റ് ചെയ്യണോ? അത് ചെയ്യുമല്ലോ. നട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് മുകളിലോട്ടും താഴോട്ടും ആവുന്നത്. സോ നട്ടിൻ്റെ മുകളിൽ ലോഡ് വെച്ചാൽ എന്ത് ചെയ്യും? ലോഡും അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ. അതാണ് അതിൻ്റെ പ്രശ്നം. സോ അത് ഒഴിവാക്കാൻ വേണ്ടി അവിടെ ഒരു അറേഞ്ച്മെൻറ്റ് വെക്കും. കോളാർ ആൻഡ് കപ്പ് വെക്കും. അതുകൊണ്ട് ഇതാണ് കപ്പ് എന്ന് എഴുതിയിരിക്കുന്നത്. കണ്ടോ, കപ്പിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഒരു ഷേപ്പിലുള്ളൊരു സംഭവം. ഓക്കെ. ഇതാണ് കപ്പ്. അതിൻ്റെ അടിയിൽ എന്തുകൊണ്ട്? ഒരു കോളാറും ഉണ്ട്. മീൻസ് ഈ കപ്പ് റെസ്റ്റ് ചെയ്യുന്നത് കോളാറിൻ്റെ മുകളിലാണ്. പക്ഷേ കോളാറായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. കോളാർ റൊട്ടേറ്റ് ചെയ്യും, കപ്പെന്ന് പറയുന്നത് എന്ത് ചെയ്തില്ല? റൊട്ടേറ്റ് ചെയ്തില്ല. കപ്പിൻ്റെ മുകളിലാണ് നമ്മുടെ ലോഡ് വരുന്നത്. ചിന്തിച്ച് നോക്ക്. കപ്പിൻ്റെ മുകളിൽ ലോഡ് വരുന്നു, കപ്പ് കോളാറിൻ്റെ മുകളിലിരിക്കുന്നു. കോളാർ പക്ഷേ റൊട്ടേറ്റ് ചെയ്യും, നമ്മുടെ നട്ടിനോടൊപ്പം കോളാർ റൊട്ടേറ്റ് ചെയ്യും. പക്ഷേ കപ്പ് ഒരിക്കലും റൊട്ടേറ്റ് ചെയ്തില്ല. അന്നേരം എന്ത് സംഭവിക്കും? ഒരെണ്ണത്തിൻ്റെ മുകളിൽ നിന്ന് മറ്റൊരെണ്ണം റൊട്ടേറ്റ് ചെയ്യുന്നു, ശരിയല്ലേ? സോ അതിനിടയ്ക്ക് എന്ത് വരും? ഒരു ഫ്രിക്ഷൻ വരും. അന്നേരം അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. ഓക്കെ. സോ നോക്ക്. സോ കോളാർ ഫ്രിക്ഷൻ അതാണ് പറഞ്ഞിരിക്കുന്നത്. സോ അന്നേരം അതിന് തൊട്ട് മുമ്പ് പോകാം. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ കോളാർ ഫ്രിക്ഷൻ എന്താണെന്ന് നോക്കാം. If cup is present, there will be a relative motion between cup and collar. അതായത് കപ്പ് അവിടെ ഉണ്ടെങ്കിൽ, കപ്പ് അവിടെ എന്തായാലും അത്യാവശ്യമാണ്. സോ കപ്പ് അവിടെ ഉണ്ടെങ്കിൽ there will be a relative motion between cup and collar to avoid rotation of the load. എന്തിനാണ് അത് വെക്കുന്നത്? റൊട്ടേഷൻ ഓഫ് ദി ലോഡ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ. ഓക്കെ. സോ ഫ്രിക്ഷൻ ഈസ് ഡെവലപ്ഡ് ബിറ്റ്വീൻ കോളാർ ആൻഡ് കപ്പ്. കപ്പും കോളാറും തമ്മിൽ ഒരു ഫ്രിക്ഷൻ വരുന്നു. ഹിയർ യൂണിഫോം വിയർ തിയറി ഈസ് അസ്യൂംഡ്. അന്നേരം യൂണിഫോം നമുക്ക് രണ്ട് തിയറി ഉണ്ട്. യൂണിഫോം പ്രഷർ തിയറിയും ഉണ്ട്, യൂണിഫോം വിയർ തിയറിയും ഉണ്ട്. രണ്ട് വെച്ചുള്ള ഇക്വേഷൻ പറയാം. മോസ്റ്റ്ലി ഉപയോഗിക്കുന്ന ഏതാണ്? യൂണിഫോം വിയർ തിയറിയാണ്. ഓക്കെ. അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതിന് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടുന്നത് ഒരു ടോർക്കുണ്ട്, MT അല്ലെങ്കിൽ ടി എന്ന് പറയുന്നൊരു ടോർക്കുണ്ട്. അതിനോടൊപ്പം തന്നെ കപ്പ് ആൻഡ് കോളാർ ഉണ്ടെങ്കിൽ അഡീഷണൽ ഒരു ടോർക്കും കൂടെ വരും. അന്നേരം രണ്ട് ടോർക്ക് അവിടെ വരും. അതാണ് സംഭവം. അന്നേരം നോക്കുക. യൂണിഫോം വിയർ തിയറി അസ്യൂം ചെയ്താൽ കോളാറിൻ്റെ ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി, കോളാർ ആൻഡ് കപ്പിൻ്റെ ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്ട്രാ ടോർക്ക്, അതാണ് MTC എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ TC കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ. സോ കോളാർ ടോർക്ക് എന്ന് പറയുന്നത് യൂണിഫോം വിയർ തിയറി നമുക്കറിയാം, ഈസിക്കൽ ടു μW R ഇഫക്റ്റീവ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏത് തിയറി ആണെങ്കിലും μW R ഇഫക്റ്റീവ് ആണ്. സോ യൂണിഫോം വിയർ തിയറി അനുസരിച്ച് ടോർക്ക് എന്ന് പറയുന്നത്, കോളാർ ഫ്രിക്ഷൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് μWR വരെ μC, കോളാറിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. μC എന്ന് കൊടുക്കാൻ കാര്യം ഓൾറെഡി ഒരു നമ്മൾ പഠിച്ചു. ഏതാണ്? ത്രെഡിനിടയ്ക്ക് വരുന്ന സോ μC ഇൻറ്റു ലോഡ് W ഇൻറ്റു R ഇഫക്റ്റീവിന് വരെ എന്ത് കൊടുക്കാം? രണ്ട് റേഡിയസ് ആണുള്ളത്. അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഔട്ടർ ഡയമീറ്ററും ഉണ്ട്, ഒരു ഇന്നർ ഡയമീറ്ററും ഉണ്ട്, DAയും. ഓക്കെ. കപ്പിൻ്റെ തന്നെ ഔട്ടർ ഡയമീറ്ററും എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ഇങ്ങനെ കോണ്ടാക്റ്റ് വരത്തില്ലേ? ഇത് കപ്പ്, ഇത് കോളാർ. അന്നേരം അവിടെ ഒരു ഹോളോ പോർഷനാണ്.
സോ അതിനൊരു ഇന്നർ റേഡിയസും കാണും ഔട്ടർ റേഡിയസും കാണും. സോ അതാണ് R0 ഔട്ടർ പ്ലസ് RI ഇന്നർ ബൈ 2. ഓക്കെ, അതാണ് പിന്നെ യൂണിഫോം വിയർ തിയറി. അന്നേരം മോസ്റ്റ്ലി യൂണിഫോം വിയർ തിയറിയാണ് യൂസ് ചെയ്യുന്നത്. യൂണിഫോം പ്രഷർ തിയറി ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. ഓക്കെ, സോ അല്ലെങ്കിൽ D0 പ്ലസ് DI ബൈ 4 അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഓൾറെഡി ഇതാണ് പഠിച്ചു വരുന്നത്. സോ ഇതങ്ങ് ഓർത്ത് നോക്കുക. ഓക്കെ, ഇതാണ് പിന്നെ കോളാർ ഫ്രിക്ഷൻ ആൻഡ് പിന്നെ ടോർക്ക് റിക്വയർഡ് ടു ഓവർകം കോളാർ ഫ്രിക്ഷൻ. ഓക്കെ, സോ ടോട്ടൽ 2 ടോർക്ക് വരുന്നുണ്ട് അല്ലേ. കോളാറും കൂടെ വന്നു കഴിഞ്ഞാൽ, കപ്പ് ആൻഡ് കോളാർ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ടോർക്കുണ്ട് ടു ലിഫ്റ്റ് ദി ബോഡി. ആ ബോഡിയെ ലിഫ്റ്റ് ചെയ്യാനൊരു ടോർക്കുണ്ട്, പ്ലസ് എന്തും കൂടെ വരുന്നുണ്ട്, കോളാർ ഫ്രിക്ഷൻ്റെ ടോർക്ക്, ഓവർകം ദി കോളാർ ഫ്രിക്ഷൻ. സോ ടോട്ടൽ ടോർക്ക് MTT എന്ന് പറയുന്നത് MT പ്ലസ് MTC എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ TT ഈസിക്വൽ ടു TT പ്ലസ് അങ്ങനെ പിന്നെ നിങ്ങൾ ടിയുടെ ടൈമിലാണ് എഴുതുന്നതെങ്കിൽ ടോട്ടൽ ടോർക്ക് എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള ലിഫ്റ്റ് ചെയ്യാനുള്ള ടോർക്ക് പ്ലസ് കോളാറിൻ്റെ ടോർക്ക്. ഓക്കെ, സോ ഔട്ട്പുട്ട് വർക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് W ഇൻറ്റു ലീഡാണ്. ഓക്കെ, സോ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്, എഫിഷ്യൻസി ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് അല്ലേ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇതാണ്, ഔട്ട്പുട്ട് W ഇൻറ്റു L ബൈ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടോർക്ക് ഇൻറ്റു 2π. നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ P ഇൻറ്റു πdm ആയിരുന്നു അല്ലേ. അതിന് പകരം ടോർക്ക് ഇവിടെ വന്നതുകൊണ്ട് പിന്നെ ഡയമീറ്റർ ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ, കാര്യം യൂണിറ്റ് മാറിപ്പോവും അല്ലേ. സോ ടോട്ടൽ ടോർക്ക് ഇൻറ്റു 2π ഡിഗ്രി അല്ലേ. 2π ഡിഗ്രി ആണല്ലോ ഒരു റൊട്ടേഷൻ, അതുകൊണ്ട്. സോ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് WL ബൈ MTT ഇൻറ്റു 2π. ഇത്രയൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. സോ ഇത്രയാണ് നമുക്ക് പവർ സ്ക്രൂവിൻ്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ.